ഇക്രിമ ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുമ്പ് മുശ്രിക്കായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സന്ദർഭം തന്നെ അതെപ്പോഴാണ്, അദ്ദേഹം യൗമുൽ ഫത്ഹിൽ ദിവസത്തിൽ എന്ത് ചെയ്യും, ആ ദിവസം ഓടിയതിനു ശേഷം ഇതുപോലെ എന്ത് ചെയ്യും, കപ്പലിൽ കയറും. അങ്ങനെ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് അവർ കപ്പലിനെ ബാധിക്കുകയും അവർ കപ്പലിൽ സഞ്ചരിക്കും, ശക്തമായ കൊടുങ്കാറ്റുണ്ടാവും. അങ്ങനെ ആ കപ്പലിലുള്ള ആളുകൾ എന്ത് പറയും, അഖ്ലിസു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ത് ചെയ്യൂ, ദുആ ചെയ്യൂ. എന്നിട്ട് അവരെന്നെ പറയണത് ഫൈന ആലിഹത്തക്കും ലാ തുഗ്നി അൻകും ഷൈഅൻ ഹൗന, നിങ്ങളുടെ ആരാധ്യന്മാരൊന്നും ഇവിടെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യില്ല. അപ്പൊ ഇക്രിമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒന്ന് മുശ്രിക്കായിരുന്നു. അദ്ദേഹം എന്ത് പറയും, വല്ലാഹി, അള്ളാഹു ആണ്, ലഇൻ ലം യുനജ്ജിനി മിനൽ ബഹ്രി ഇല്ലൽ ഇഖ്ലാസ് ലാ യുനജ്ജിനി ഫിൽ ബർരി ഗൈറുഹു. അദ്ദേഹം പറയുന്നത്, ഇവിടെ ഈ കടലിൽ എന്നെ ഇഖ്ലാസോട് കൂടെ അള്ളാഹുവിന് ദുആ ചെയ്താൽ മാത്രമേ എന്നെ രക്ഷപ്പെടുത്തുള്ളൂന്നുണ്ടെങ്കിൽ കരയിൽ എത്തിക്കഴിഞ്ഞാലും മറ്റാരും എന്നെ രക്ഷപ്പെടുത്തില്ല. എന്നിട്ട് അദ്ദേഹം എന്താ പറയുക, അല്ലാഹുമ്മ ഇന്നലക അലയ്യ അഹദൻ ഇൻ അൻത അഫൈതനി മിമ്മാ അന ഫീഹി അൻ ആതി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അദഅ ഫി യദിഹി ഫല അജിദന്നഹു അഫൂവൻ കരീമ ഫജാഅ ഫഅസ്ലം. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്യും, കരാറായിട്ട് പറയും, അള്ളാഹുവെ, നിനക്ക് എൻ്റെ മേൽ കരാറുണ്ട്, ഒരു ഉടമ്പടി ഉണ്ട്. അതെന്താണ്, നീ എന്നെ ഞാനിപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, ഈ പ്രയാസഘട്ടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിന്മേൽ എൻ്റെ കൈവെക്കും. അതായത് ഞാൻ ബൈഅത്ത് ചെയ്യും, ഞാൻ ഇസ്ലാം സ്വീകരിക്കും. ഞാൻ അദ്ദേഹത്തിനെ ഒരുപാട് പുറത്തു കൊടുക്കുന്നവനും ഒരുപാട് ഉദാരവനായിട്ടും ഞാൻ കാണുക തന്നെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം അങ്ങനെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം കരയിലെത്തിയതിനു ശേഷം എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിട്ട് ഇസ്ലാം സ്വീകരിക്കും. ഇത് സ്വഹീഹായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണിത്. അപ്പൊ ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള, അപ്പൊ അവർ ചിന്തിക്കുന്നില്ല മറ്റുള്ള മുശ്രിക്കുകൾ ആരാണ് അവരെ കടലിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്, അത് അള്ളാഹു തആലയാണ്. ആ അള്ളാഹു തന്നെ കരയിലും രക്ഷപ്പെടുത്തുള്ളൂ എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. ഉള്ളിന്റെ ഉള്ളിലിരുന്ന് വേദനയോടുകൂടെ നിന്റെ റൂമിലിരുന്ന് സിഎമ്മിനെ വിളിച്ച് കരഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. സിഎം നേരിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഒരാളെ അയച്ചേക്കാം. അനുഭവിക്കും മുഅ്മിനീങ്ങളെ, ചെയ്തു നോക്ക്. നീ സിഎമ്മിനെ സ്നേഹിക്ക്, ഉമ്മ സഹോദരി സിഎമ്മിനെ സ്നേഹിക്ക്. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും